കോട്ടയം നഗരത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി വലിയ രീതിയിലുള്ള തട്ടിപ്പിന്റെ വാർത്തകൾ ജാഗ്രത ന്യൂസ് തന്നെ പുറത്തുവിട്ടിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു ഞെട്ടിക്കുന്ന തട്ടിപ്പിന്റെ വാർത്തയും കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. കോട്ടയം നഗരത്തിൽ പ്രവർത്തിച്ചിരുന്ന ക്യാനഷ്യർ എന്ന സ്ഥാപനമാണ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്താണ് ഈ ഒരു സ്ഥാപനം ആളുകളുടെ പക്കൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തത്. ഇതിലേറെ ഞെട്ടിക്കുന്ന വസ്തുത അല്ലെങ്കിൽ ഒരു വിവരം എന്നത് ഈ ഒരു തട്ടിപ്പിൽ സസ്പെൻഷനിലായിരുന്ന ഒരു പോലീസ് ഇൻസ്പെക്ടറും ഉണ്ടായിരുന്നു എന്നാണ്. ഇദ്ദേഹത്തെ ഇപ്പോൾ കോട്ടയം വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കോട്ടയം നഗരമധ്യത്തിൽ വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ സസ്പെൻഷനിലായ പോലീസ് ഇൻസ്പെക്ടർ അറസ്റ്റിൽ. തോപ്പുംപടി പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നതിനിടെ സസ്പെൻഷനിലായ പോലീസ് ഇൻസ്പെക്ടർ ചങ്ങനാശ്ശേരി ചെന്നിക്കടുപ്പിൽ സിപി സജയനെയാണ് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KR പ്രശാന്ത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് ക്യാനഷ്യർ സ്ഥാപന ഉടമ പ്രീതി മാത്യുവിനെ ഇന്നലെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. കോട്ടയം ജില്ലാ ആശുപത്രിക്ക് സമീപത്ത് പ്രവർത്തിക്കുന്ന ക്യാനഷ്യർ എന്ന സ്ഥാപനത്തിന്റെ പേരിലാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇവിടെ നിന്നും വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്നും പണം തട്ടിയെടുത്തിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 9 കേസുകളാണ് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്തത്. ഈ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് വിവിധ ആളുകളെ കബളിപ്പിച്ച് ഇൻസ്പെക്ടർ സജയന് തട്ടിപ്പിൽ പങ്കാളിയായെന്ന് കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് സംഘം അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ഇതിനിടെ പ്രതിയായ പ്രീതിക്കായി പോലീസ് കർണാടകയിലെ കുടകിൽ അന്വേഷണം നടത്തി. ഇവിടെ പ്രീതിക്കൊപ്പമുണ്ടായിരുന്ന ഇൻസ്പെക്ടറെയും പോലീസ് സംഘം കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. തുടർന്നാണ് ഇദ്ദേഹത്തിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. യൂറോപ്പിലേക്കടക്കം വിവിധ സ്ഥലങ്ങളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നും ക്യാനഷ്യർ എന്ന സ്ഥാപനത്തിന്റെ പേരിൽ പണം വാങ്ങി തട്ടിപ്പ് നടത്തിയെന്ന പരാതിയാണ് ഉയർന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പരാതിക്കാർ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇവർക്കായി അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു. മാസങ്ങളോളമായി ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു. തുടർന്നാണ് പോലീസ് സംഘം അന്വേഷണം ആരംഭിക്കുകയും ഇവർ ഒളിവിൽ കഴിയുന്ന സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തുകയുമായിരുന്നു. തുടർന്ന് ചൊവ്വാഴ്ചയോടെ കർണാടകയിലെ കുടകിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രീതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സജയനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും.